Hello friends, welcome to once. So S4 KTU ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള അനലോഗ് സർക്യൂട്ട്സിൻ്റെ 2023 നടന്നിട്ടുള്ള എക്സാമിൻ്റെ റെഗുലർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. സോ അനലോഗ് സർക്യൂട്ട്സ് ആൻഡ് ദ സബ്ജക്ട് കോഡ് ഈസ് ECT 202. കഴിഞ്ഞ വർഷം അതായത് 2023 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1 പാർട്ട് എ ക്വസ്റ്റ്യൻസും പാർട്ട് ബി ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത്, കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ECT 202 ആണ്. സോ എക്സാമിന്റെ പാറ്റേൺ നമുക്കറിയാം, 100 മാർക്കിന്റെ എക്സാം ആണ്. മൊത്തം 3 മണിക്കൂറാണ് ഇതിന്റെ ഡ്യൂറേഷൻ. ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3 മണിക്കൂറാണ്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 സെക്ഷൻ ആയിട്ടാണ്. പാർട്ട് എ ക്വസ്റ്റ്യൻസും ഉണ്ട്, പാർട്ട് ബി ക്വസ്റ്റ്യൻസും ഉണ്ട്. പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഒരു മൊഡ്യൂളിൽ നിന്ന് 2 പാർട്ട് എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3 മാർക്കായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ 3+3 6 മാർക്കിന് പാർട്ട് എയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിനൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ആ ഓർ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആൻസർ ചെയ്താൽ മതി. സോ അങ്ങനെയാണ് മാർക്കിന്റെ സ്പ്ലിറ്റ് അപ്പ്. അതായത് ഒരു മൊഡ്യൂളിൽ നിന്ന് 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അങ്ങനെ 5 മൊഡ്യൂളിൽ നിന്ന് ടോട്ടൽ 100 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ് വരുന്നത്. സോ പാർട്ട് എയിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്കാണ്. പാർട്ട് ബിയിൽ എന്ത് ചെയ്യാണ്? ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻ എന്താണ്? ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. എത്ര മാർക്കായിരിക്കും? 14. സോ 14+6 20 മാർക്കാണ് വരുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് സർക്യൂട്ട്സിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന്റെ ക്വസ്റ്റ്യൻ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അതിന്റെ സിലബസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മൊഡ്യൂൾ 1 സിലബസ്, KTU സിലബസിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. സോ മൊഡ്യൂൾ 1 ഫസ്റ്റ് അവര് ഡിസ്കസ് ചെയ്യുന്നത് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. ഫസ്റ്റ് ഓർഡർ RC ഡിഫറൻഷിയേറ്റിംഗ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് സർക്യൂട്ട്സ്, അതായത് ഡിഫറൻഷിയേറ്ററിനെ കുറിച്ചും ഇന്റഗ്രേറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം വരുന്നത്. ദെൻ ഫസ്റ്റ് ഓർഡർ RC ലോ പാസ് ആൻഡ് ഹൈ പാസ് ഫിൽട്ടർ, അതായത് ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും, അത് ഫസ്റ്റ് ഓർഡറിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. ദെൻ ഡയോഡിന്റെ ക്ലിപ്പിംഗ് സർക്യൂട്ട്, ക്ലാമ്പിംഗ് സർക്യൂട്ടും വരുന്നുണ്ട്. ക്ലിപ്പിംഗിൽ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അതായത് പോസിറ്റീവ് ക്ലിപ്പർ വരുന്നുണ്ട്, നെഗറ്റീവ് ക്ലിപ്പർ വരുന്നുണ്ട്, ബയാസ്ഡ് ക്ലിപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാമ്പിംഗ് സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ക്ലാമ്പർ, നെഗറ്റീവ് ക്ലാമ്പർ, അതുപോലെ തന്നെ ബയാസ്ഡ് ക്ലാമ്പർ. ഓക്കെ, നമ്മളൊരു വോൾട്ടേജ് സോഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ക്ലിപ്പറും ക്ലാമ്പർ, അതാണ് ബയാസ്ഡ് എന്ന് പറയുന്നത്. സോ ബയാസ്ഡ് ക്ലിപ്പറും ബയാസ്ഡ് ക്ലാമ്പറും. ഓക്കെ, ദെൻ ട്രാൻസിസ്റ്ററിന്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിന്റെ ബയാസിംഗ് ആണ്. അത് നമ്മളെ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബയാസിംഗ് യൂസ് ചെയ്യുന്നു. സോ വാട്ട് ഇസ് എ നീഡ് ഫോർ ബയാസിംഗ് ആൻഡ് വാട്ട് ഇസ് മീൻ ബൈ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് എങ്ങനെയാണ് നമ്മളത് ഫിക്സ് ചെയ്യുക, ലോഡ് ലൈനിൽ എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുക. സോ വാട്ട് ഇസ് എ കൺസെപ്റ്റ് ഓഫ് DC ലോഡ് ലൈൻ. നമ്മൾ ഡിഫറെന്റ് ബയാസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാണ്ട്, ഫിക്സഡ് ബയാസ് ഉണ്ട്, സെൽഫ് ബയാസ് ഉണ്ട്, അതുപോലെ തന്നെ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ബയാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആണ്. സോ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, അതുപോലെ തന്നെ ബയാസ് സ്റ്റെബിലൈസേഷൻ. വൺസ് നമ്മൾ ഈ ഒരു ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യൂ പോയിന്റ് എന്തായിരിക്കണം? സ്റ്റേബിൾ ആയിരിക്കണം, അല്ലെ? ആ ക്യൂ പോയിന്റ് മൂവ് ചെയ്യാൻ പാടില്ല. സോ അതിന് വേണ്ടിയിട്ട് ബയാസ് സ്റ്റെബിലൈസേഷൻ മെത്തേഡ്സിനെ കുറിച്ചും പഠിക്കാണ്ട്. സോ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 1 സിലബസ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 1 സിലബസ് ഇത്രയാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. സോ മൊഡ്യൂൾ 1 ചോദിച്ചിട്ടുള്ള പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പാർട്ട് എ ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ ഡിസൈൻ ആൻ ഇന്റഗ്രേറ്റർ ഫോർ ആൻ ഇൻപുട്ട് സൈൻ വേവ് ഓഫ് ഫ്രീക്വൻസി 1.5 kHz. നിങ്ങളോട് ഒരു ഇന്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആ ഇന്റഗ്രേറ്ററിലേക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുകയാണ്. ആ ഇൻപുട്ടിന്റെ ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5 kHz ആണ് ഫ്രീക്വൻസി. ഓക്കെ, സോ ഇത് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് കമ്പോണൻസിന്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സോ നമുക്കൊരു ഇന്റഗ്രേറ്റർ ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. സോ നിങ്ങൾ ആദ്യം ഇതിൽ ചെയ്യേണ്ടത് ഇന്റഗ്രേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. ഇന്റഗ്രേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു റെസിസ്റ്ററും അതുപോലെ തന്നെ ഒരു കപ്പാസിറ്ററും ഉണ്ടെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇന്റഗ്രേറ്റർ
കമ്പോസ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഇൻ്റഗ്രേറ്ററിൽ ഇതാണ് റെസിസ്റ്റർ, ഇതാണ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ഇവിടെയാണ് കൊടുക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ഈ ഇൻപുട്ടിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എത്രയാണ്? സൈൻ വേവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 1.5 കിലോ ഹെർട്സ് ആണ് ഫ്രീക്വൻസി. 1.5 കിലോ ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു സൈൻ വേവ് ആണ് നമ്മൾ ഈ ഒരു ഇൻ്റഗ്രേറ്ററിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് സർക്യൂട്ട്. ഈ ഒരു സർക്യൂട്ട് നമ്മളോട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞത്. അതായത് നമുക്ക് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സർക്യൂട്ട് ഇതൊരു RC സർക്യൂട്ടാണ്. സോ ഈ ഒരു RC സർക്യൂട്ട് ഇൻ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു RC സർക്യൂട്ട് ഇൻ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് എ കണ്ടീഷൻ? നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? RC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16T എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു RC സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യുക? ഇൻ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് ദ ടൈം കോൺസ്റ്റന്റ് R/C എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം കോൺസ്റ്റന്റ് ആണ്. സോ RC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16T എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിൽ T എന്താണ്? T എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വേവ് ഫോമിന്റെ ടൈം പീരീഡ് ആണ്. ഇൻപുട്ട് വേവ് ഫോമിന്റെ ടൈം പീരീഡ് ആണ് T എന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് വേവ് ഫോമിന്റെ ഫ്രീക്വൻസി നമുക്കറിയാമല്ലോ, എത്രയാണ്? 1.5 കിലോ ഹെർട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് വേവ് ഫോമിന്റെ ടൈം പീരീഡ് നിന്ന് കണ്ടുപിടിച്ചൂടെ? സോ T is equal to 1/f ആണ്. സോ ടൈം പീരീഡ് is equal to 1 ഫ്രീക്വൻസി ആണ്. സോ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ദാറ്റ് is equal to 1/1.5 കിലോ ഹെർട്സ് ആണ്. സോ കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10⁻³ ആണ് വരിക. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടൈം പീരീഡ് കിട്ടും. സോ ദ ടൈം പീരീഡ് വാല്യൂ എന്ന് പറയുന്നത് 0.666 മില്ലി സെക്കൻഡ് ആണ് കിട്ടുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടൈം പീരീഡിന്റെ വാല്യൂ എത്രയാണ്? 0.666 മില്ലി സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ടൈം പീരീഡിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ RC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16T, അതാണ് നമ്മുടെ കണ്ടീഷൻ. നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? സെറ്റ് ചെയ്യാണ് ചെയ്യാം. അതായത് ആറും സിയിലും സിയുടെ വാല്യൂ നമുക്കൊരു 1 മൈക്രോ ഫാരഡ് ആയിട്ട് എടുക്കുക. സോ ലെറ്റ് C is equal to 1 മൈക്രോ ഫാരഡ്. അപ്പൊ എങ്ങനെയാണ്? RC ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16T ആണെന്ന് നമുക്കറിയാം. സോ R ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? R ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? ഞാൻ ഈ C ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? 16T/C എന്ന് വരും. 16T/C. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ വാല്യൂസും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ R ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 ഇൻറ്റു T എന്താ? T എത്രയാണ്? 0.666 മില്ലി സെക്കൻഡ്. എത്ര വരും? 0.666 മില്ലി സെക്കൻഡ്. മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 10⁻³ ആണ് വരിക. ഡിവൈഡ് ബൈ C. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര എടുത്തത്? 1 മൈക്രോ ഫാരഡ് ആണ് എടുത്തത്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈക്രോ ഫാരഡ് ആണ് എടുത്തത്. സോ 1 ഇൻറ്റു 10⁻⁶. അപ്പൊ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ R ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10.65 കിലോ ഓം എന്നാണ് കിട്ടുക. 10.65 കിലോ ഓം ആണ് ആറിന്റെ വാല്യൂ. 10.65 കിലോ ഓം. അതായത് ഈ സർക്യൂട്ടിലെ നിങ്ങൾ ആറിന്റെ വാല്യൂ എടുക്കേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10.65 ആണ്. അപ്പൊ നിങ്ങൾ മിനിമം എന്തെടുക്കുക? 10.65 എങ്കിലും എടുക്കുക. അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ എടുക്കാം. സോ ആറിന്റെ വാല്യൂ 10.65 കിലോ ഓം. സി എത്രയാണ്? 1 മൈക്രോ ഫാരഡ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ആറും സിയും ചൂസ് ചെയ്താലാണ് ഈ ഒരു സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യുക? ഇൻ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഡിസൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ വാല്യൂസ് എന്ത് ചെയ്തു? ഡിസൈൻ ചെയ്തു. ഓക്കെ, സോ പാർട്ട് എയിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി പാർട്ട് എയിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമൈൻ ദ സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് എ ഫിക്സഡ് ബയാസ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് VCC ഈക്വൽ ടു 12 വോൾട്ട്, RC ഈക്വൽ ടു 10K, RB ഈക്വൽ ടു 5K ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 100. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് ബയാസ് കോമൺ എമിറ്റർ BJT ആംപ്ലിഫയർ. അതായത് ബയാസിങ് ഏതാണ്? ഫിക്സഡ് ബയാസ് ആണ്. സോ ഫിക്സഡ് ബയാസ് അതിന്റെ കേസിലുള്ള സ്റ്റെബിലിറ്റി ഫാക്ടർ ആണ് നമ്മളോട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഫിക്സഡ് ബയാസിന്റെ കേസിൽ സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റെബിലിറ്റി ഫാക്ടർ ഫോർ ദി കേസ് ഓഫ് ഫിക്സഡ് ബയാസ് ഇറ്റ് ഈസ് β+1 ആണ്. അതിന്റെ ഡെറിവേഷൻ ഞാൻ പറഞ്ഞുതരാം. സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താണ്? S is equal to β+1.
ബീറ്റ എന്ന് പറഞ്ഞാൽ കറന്റ് ഗെയിൻ ആണ് 100 എന്ന് തന്നിട്ടുണ്ട്. സോ സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് ഇസ് ഈക്വൽ ടു 100 + 1. സോ വാട്ട് ഈസ് ആൻസർ? ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? സ്റ്റെബിലിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു 101 ആണ് ഇതിന്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഫിക്സഡ് ബയാസിന്റെ സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ ബീറ്റ + 1, ബീറ്റ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 101. അപ്പൊ ഇത് എങ്ങനെയാണ് കിട്ടിയത് എന്നും കൂടെ നോക്കാം. 3 മാർക്കിനാണ്. സോ ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണ് സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ ബീറ്റ + 1 വന്നത് എന്നുള്ളതും കൂടെ നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫിക്സഡ് ബയാസിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഫിക്സഡ് ബയാസിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ്. സോ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമുക്ക് കാണാം ഇവിടെ ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വി സി സിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആർ സി എന്ന് പറയുന്ന റെസിസ്റ്റൻസും വി സി സിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. എമിറ്റർ നേരെ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ ബേസിൽ വരുന്ന വോൾട്ടേജ് ഇതാണ് വി ബി എന്ന് പറയുന്നത്. ദെൻ കളക്ടർ വോൾട്ടേജ്, കളക്ടർ പോയിന്റിലുള്ള വോൾട്ടേജ് ആണ് വി സി. കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ആണ് വി സി ഇ. ബേസിനും എമിറ്ററിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് വി ബി ആണ്. റെസിസ്റ്റൻസ് ആർ ബി ആണ് ബേസിലുള്ളത്, ആർ സി ആണ് കളക്ടറിലുള്ളത്. ആർ ബിയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ബി ആണ്, ആർ സിയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? ഐ സി ആണ്. അങ്ങനെ ഡിഫറെന്റ് നൊട്ടേഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതിന്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ ബീറ്റ + 1 നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ ഒരു സർക്യൂട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഇതിന് നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടറിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത്. സോ ഈ സർക്യൂട്ട് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലുള്ള ഡിഫറെന്റ് സെക്ഷൻസിലുള്ള KVL ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫൈനൽ ഫോർമുലയിലേക്ക് എത്തുന്നത്. സോ നമുക്ക് നോക്കാം. ഇതിൽ വി ബി എന്ന് പറയുന്ന വോൾട്ടേജ്, വി ബി എന്ന് പറഞ്ഞ വോൾട്ടേജ് എവിടുത്തെ വോൾട്ടേജ് ആണ്? ബേസിലുള്ള വോൾട്ടേജ് ആണ് വി ബി. അതായത് ഈ വോൾട്ടേജ് ആണ് വി ബി. അപ്പൊ ആ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? വി സി സിന്ന് ഏത് കുറച്ചാൽ മതി? ഈ ആർ ബിക്ക് അക്രോസുള്ള ഡ്രോപ്പ് കുറച്ചാൽ മതി. സോ വി ബി എന്ന് പറയുന്നത് സെയിം ആസ് വി ബി ഇ ആണ്. കാരണം എന്താണ്? എമിറ്റർ ഗ്രൗണ്ട് ആണ്. സോ സെയിം ആസ് വി ബി ഇ, ദാറ്റ് ഈസ് വി സി സി മൈനസ് എന്താണ്? ഐ ബി ആർ ബി. ഓക്കെ. ദെൻ വി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വോൾട്ടേജ് ആണ് വി സി, ഈ വോൾട്ടേജ് ആണ് വി സി. അത് എന്ത് ചെയ്താൽ മതി? വി സി സിന്ന് ആർ സിക്ക് അക്രോസുള്ള ഡ്രോപ്പ് കുറച്ചാൽ മതി. വി സി സിന്ന് ആർ സിക്ക് അക്രോസുള്ള ഡ്രോപ്പ് കുറച്ചാൽ മതി. ദാറ്റ് ഈസ് വി സി, ദാറ്റ് ഈസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി. ഓക്കെ. ദെൻ വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വി സി സി മൈനസ് എന്താണ്? വി സി ഇ ആണ്. വി സി എന്ന് പറഞ്ഞാൽ വി സി സി മൈനസ് വി സി ഇ ആണ്. അപ്പോൾ തന്നെ ഐ സി നമുക്ക് എന്താ പറയാം? ഐ സി ഇസ് ബീറ്റ ഐ ബി നമുക്ക് അറിയാം. ഐ സി ഇസ് ബീറ്റ ഐ ബി എന്ന് അറിയാം. ആൻഡ് ഐ ഈസ് അപ്രോക്സിമേറ്റ്ലി ഐ സി ആണ്. ഐ ഈസ് അപ്രോക്സിമേറ്റ്ലി ഐ സി ആണ്. ഓക്കെ. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഇൻപുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുക. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചതിന് ശേഷം ഈ ഒരു ഇൻപുട്ട് ലൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. ഒരു ഇൻപുട്ട് ലൂപ്പിൽ, അതായത് ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഏതൊക്കെ വരിക? ആർ ബി വരും, then ഈ ഒരു വി ബിയും വരും. ഈ ഒരു ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? വി സി സി ഇസ് ഈക്വൽ ടു ഐ ബി ആർ ബി പ്ലസ് വി ബി എന്ന് വരും. ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ, ദാറ്റ് ഈസ് വി സി സി ഇസ് ഈക്വൽ ടു ആർ ബിക്ക് അക്രോസ് ഉള്ള ഡ്രോപ്പ്, ദാറ്റ് ഈസ് ഐ ബി ആർ ബി പ്ലസ് വി ബി എന്ന് വരും. ഓക്കെ. അതൊന്ന് ഐ ബിക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിച്ചൂടെ? ഫ്രം ദിസ് ഐ ബി ഇസ് ഈക്വൽ ടു വി സി സി മൈനസ് വി ബി ഇ ബൈ ആർ ബി ആണ്. വി സി സി മൈനസ് വി ബി ഇ ബൈ ആർ ബി. ഓക്കെ. ഇനി ഞാൻ ഈ ഒരു എക്സ്പ്രഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഐ ആം ഡിഫറൻഷിയേറ്റിംഗ് ഐ ബി വിത്ത് റെസ്പെക്ട് ടു ഐ സി, ദാറ്റ് ഈസ് ഡി ഐ ബി ബൈ ഡി ഐ സി ചെയ്യാണ്. അപ്പൊ ഈ ഒരു എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു ഐ ബിയുടെ എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു ഐ സി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 0. ഓക്കെ. ഐ സിയുടെ വേരിയബിൾസ് ഒന്നുമില്ല, അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ഐ സി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും. ഇനി സ്റ്റെബിലിറ്റി ഫാക്ടറിനുള്ള ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റെബിലിറ്റി ഫാക്ടറിനുള്ള ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ, സ്റ്റെബിലിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് ബീറ്റ ഇൻറ്റു ഡി ഐ ബി ബൈ ഡി ഐ സി ആണ്. 1 മൈനസ് ബീറ്റ ഇൻറ്റു ഡി ഐ ബി ബൈ ഡി ഐ സി. സോ ഡി ഐ ബി ബൈ ഡി ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം ആണ്. സോ ഈ ടേം എന്താണ്? 0 ആണ്. സോ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഫോർ സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ബീറ്റ പ്ലസ് 1. സോ ഫിക്സഡ് ബയാസ് സർക്യൂട്ടിന്റെ കേസിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്താണ്? ബീറ്റ പ്ലസ് 1 ആണ്. ആ ബീറ്റ പ്ലസ് 1ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 101 കിട്ടി. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ നമ്മൾ പാർട്ട് എ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ പാർട്ട് ബി ക്വസ്റ്റ്യൻ, അതായത് എസ് എ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എസ് എ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓവർ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാം ആയതുകൊണ്ട് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് 11th ക്വസ്റ്റ്യൻ, എസ് എ ക്വസ്റ്റ്യനിൽ 11th ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് ടോട്ടൽ 14 മാർക്കാണ്. അതിന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ തന്നെ 7 മാർക്കിന്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ
7 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറൈവ് ദ കണ്ടീഷൻ ദാറ്റ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ബൈ എ RC സർക്യൂട്ട് ടു ബിഹേവ് ആസ് എ ഡിഫറൻഷിയേറ്റർ. ഒരു RC സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് കണ്ടീഷനിലാണ് അത് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വാട്ട് ഇസ് എ കണ്ടീഷൻ ദാറ്റ് ഈസ് ടു ബി സാറ്റിസ്ഫൈഡ്. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു RC സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യുക, ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. അതാണ് ഫസ്റ്റ് സെക്ഷൻ. ഇനി അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, സിമെട്രിക്കൽ സ്ക്വയർ വേവ് ഓഫ് 20 Hz വിത്ത് പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 volt ഈസ് അപ്ലൈഡ് ടു ദ ഇൻപുട്ട് ഓഫ് എ ഹൈ പാസ് സർക്യൂട്ട്. ഒരു ഹൈ പാസ് സർക്യൂട്ടിന്റെ ഇൻപുട്ടിലേക്ക് 2 volt പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഉള്ളതും 20 Hz ഫ്രീക്വൻസി ഉള്ളതുമായിട്ടുള്ള ഒരു സ്ക്വയർ വേവ് അപ്ലൈ ചെയ്തു. ഓക്കെ, സോ കാൽക്കുലേറ്റ് ആൻഡ് പ്ലോട്ട് ദി ഔട്ട്പുട്ട് വേവ് ഫോം. അതായത് അതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യണം. അതുപോലെ തന്നെ given the lower 3 dB ഫ്രീക്വൻസി, അതായത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എത്ര തന്നിട്ടുണ്ട്, 10 Hz തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് 2 സെക്ഷൻ ആയിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് വാട്ട് ഇസ് എ കണ്ടീഷൻ ദാറ്റ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ടു വർക്ക് ആസ് ഡിഫറൻഷിയേറ്റർ എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ നമുക്കൊരു സർക്യൂട്ട് എടുക്കാം, ഒരു RC സർക്യൂട്ട് എടുക്കാം. ഇതാണ് ശരിക്ക് ഒരു RC, ആറും സിയും റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഉള്ള ഒരു സർക്യൂട്ടാണ്. സോ ആക്ച്വലി ഇതൊരു ഹൈ പാസ് ഫിൽട്ടർ തന്നെയാണ്. ഈ ഹൈ പാസ് ഫിൽട്ടർ ആണ് എന്തായിട്ട് വർക്ക് ചെയ്യുക, ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. സോ ഇത് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്തെന്നുള്ളതാണ്. സോ ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻപുട്ടിന്റെ ഡിഫറൻഷ്യൽ ആയിരിക്കണം. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദ ഡിഫറൻഷ്യൽ വേർഷൻ ഓഫ് ദി ഇൻപുട്ട്. അതായത് ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ഒരു സൈൻ ഒമേഗ ടി കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ സൈൻ ഒമേഗ ടി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത സാധനമാണ് നമുക്ക് എവിടെ കിട്ടുക, ഔട്ട്പുട്ടിൽ കിട്ടുക. സോ സൈൻ ഒമേഗ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടണം, കോസ് ഒമേഗ ടി കിട്ടണം. കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. വാട്ട് ഇസ് എ ഫേസ് ഡിഫറൻസ്, 90 ഡിഗ്രി. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫേസ് ഷിഫ്റ്റ് എത്രയായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, സോ നമുക്കിതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. സോ ഈ ഒരു സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ടൈം കോൺസ്റ്റന്റ് RC, ആറിന്റെ സീനെയാണ് നമ്മൾ എന്ത് പറയാ, ടൈം കോൺസ്റ്റന്റ് എന്ന് പറയാ. സോ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 0.00160. അതായത് ഈ ഒരു കണ്ടീഷനിൽ ഈ ടൈം കോൺസ്റ്റന്റ് RC ലെസ് ദാൻ 0.00160. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഈ സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ ഈ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വേവ് ഫോമിന്റെ ടൈം പീരീഡ്, അതായത് 1/, ഫ്രീക്വൻസി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ടി കിട്ടും. ഈ കണ്ടീഷനിലാണ് ഈ സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആവുക. അപ്പൊ നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ എവിടുന്ന് ഔട്ട്പുട്ട് എടുക്കുന്നത്, ഈ ഒരു ഡിഫറൻഷിയേറ്ററിന്റെ കേസിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഏതിന് അക്രോസ് ആണ്, ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആണ് നമ്മൾ എന്തെടുക്കുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ റെസിസ്റ്ററിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ 6 ഇൻറ്റു അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൂപ്പിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ദാറ്റ് ഈസ് കറണ്ട് I എന്ന് ഞാൻ എടുക്കും. സോ ഈ ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിലൂടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്, കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്, ഞാൻ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെ ഞാൻ VC എന്ന് എടുത്തു. ഓക്കെ, VC ഓഫ് ടി തന്നെ എടുത്തു. സോ വാട്ട് ഇസ് എ കറണ്ട് എക്സ്പ്രഷൻ ത്രൂ കപ്പാസിറ്റർ. സോ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I is equal to എന്താണ്, C into dV/dt ആണ്. സോ I is equal to C into dV/dt. അപ്പോൾ ഇവിടെ I of t ആണ് കറണ്ട് എങ്കിൽ, I of t ആണ് ഈ ലൂപ്പിലുള്ള കറണ്ട് എങ്കിൽ എനിക്ക് ഈ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എന്ത് എഴുതാം, ഔട്ട്പുട്ട് എക്സ്പ്രഷൻ is equal to R into ഐന് പകരം എന്ത് എഴുതാം, C into dV/dt. C into dV/dt എന്ന് എഴുതാം. R into C into dV/dt എന്നുള്ള എക്സ്പ്രഷൻ എനിക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷനിലാണ് ഇത് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജും ഏതിന് അക്രോസാണ് ഡ്രോപ്പ് ചെയ്യുക, ഈ ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആണ് വോൾട്ടേജ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് മോസ്റ്റ് ഓഫ് ദി മെജോറിറ്റി വോൾട്ടേജും ഏതിന് അക്രോസിൽ
ക്ക് പോവും, നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസ് പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ഏകദേശം എവിടെ അപ്പിയർ ചെയ്യും? കപ്പാസിറ്ററിന് അക്രോസ് അപ്പിയർ ചെയ്യും. അതായത് ഇവിടെ കപ്പാസിറ്റർ വോൾട്ടേജ് ആണ് VC ആണ്. സോ VC ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് എഴുതാം? VC ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? Vin അല്ലെങ്കിൽ Vin എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? V0 ഇസ് ഈക്വൽ ടു R ഇൻറ്റു C ഇൻറ്റു D/dt ഓഫ് VC പകരം എന്ത് എഴുതാം? Vin എന്ന് എഴുതാം. സോ ഇസ് ഈക്വൽ ടു Vin. അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കിയേ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്. ഡിഫറൻസിയേഷൻ ആണല്ലോ. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് RC ടൈം കോൺസ്റ്റന്റ് ആണ്. സോ RC ടൈം കോൺസ്റ്റന്റ് ഇൻറ്റു D/dt ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് പ്രപ്പോർഷണൽ ടു ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്. ദാറ്റ് മീൻസ് ഏത് ഓപ്പറേഷനാണ്, ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത്? ഡിഫറൻസിയേഷൻ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. സോ ഈ ഒരു കണ്ടീഷനിലാണ് ഈ സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യുക? ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. സോ ഈ ഒരു കണ്ടീഷനിൽ ഈ സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യും? ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ വേറെയുള്ള ഒരു കണ്ടീഷനും കൂടെ നമുക്ക് ഇതിനെ എഴുതാം. XC > 10R എന്നുള്ള കണ്ടീഷനിലും XC > 10R, XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ്, that is greater than or equal to 10 times the resistance value ആണെങ്കിലും ഈ സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യും? ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. സോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് RC ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ RC ലെസ് ദാൻ 0.0016T. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ, ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. XCയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 times R ആണ്. പിന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ സൈന് കൊടുത്തു കഴിഞ്ഞാൽ സൈനിന്റെ ഡെറിവേറ്റീവ് ആണ് ഔട്ട്പുട്ട്. സൈനിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ്. ദാറ്റ് മീൻസ് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. എയിലെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ക്വയർ വേവ് കൊടുത്തു. 20 Hz ആണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പീക്ക് ടു പീക്ക് എത്രയാണ്? 2 ആണ്. അതൊരു ഹൈ പാസ് സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്തു. കാൽക്കുലേറ്റ് ആൻഡ് പ്ലോട്ട് ദി ഔട്ട്പുട്ട് വേവ് ഫോം. നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം പ്ലോട്ട് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. സോ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സ്ക്വയർ വേവ് ആണ് ഇതിലേക്ക് കൊടുക്കുന്നത്. സോ സ്ക്വയർ വേവിന്റെ ഷേപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ക്വയർ വേവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന സ്ക്വയർ വേവ്. ഓക്കെ, സോ ഈ സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ അതിന്റെ ഡിഫറൻഷ്യൽ വേർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈം കോൺസ്റ്റന്റ് RC. സോ RCയുടെ വാല്യൂ അനുസരിച്ച് ഈ കപ്പാസിറ്ററിന്റെ ചാർജിങ് ഡിസ്ചാർജിങ് ടൈം പീരീഡ് അതിനനുസരിച്ച് മാറും. അപ്പൊ നമുക്ക് കിട്ടുന്ന വേവ് ഫോം എന്ന് പറയുന്നത് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വേവ് ഫോം ഏതാണ്? സ്പൈക്ക് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിമെട്രിക്കൽ സ്ക്വയർ ആണ്. സോ സിമെട്രിക്കൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൺ ടൈമും ഓഫ് ടൈം, അതായത് ഈ ഒരു ടൈം പീരീഡും ഈ ഒരു ടൈം പീരീഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് T1 ആണിത്, ഇത് T2 ആണെങ്കിൽ, മൊത്തം ടൈം പീരീഡ് T ആണെങ്കിൽ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സിമെട്രിക്കലിന്റെ കേസിൽ എങ്ങനെ എഴുതാം? T1 ഇസ് ഈക്വൽ ടു T2 ഇസ് ഈക്വൽ ടു എന്താണ്? T/2 ആണ്. ഇതാണ് സിമെട്രിക്കൽ കേസ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു നെഗറ്റീവ്, അതായത് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഔട്ട്പുട്ട് വരിക. ഇത് നമ്മൾ ഇൻപുട്ട് പറഞ്ഞു. ഇനി ഔട്ട്പുട്ടിന്റെ ഷേപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാം. സോ ഇതാണ് ഔട്ട്പുട്ടിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ്. സോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്പൈക്കിന്റെ ഫോമിലാണ് വരിക. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു സ്ക്വയർ പൾസിന്റെ മുകളിൽ തന്നെ, സ്ക്വയർ വേവിന്റെ മുകളിൽ തന്നെ ഔട്ട്പുട്ടും മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എത്രയാണ്? 2 ആണ് വരുന്നത്. സോ ഡിഫറെന്റ് വോൾട്ടേജസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ വോൾട്ടേജിനെ V1 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ വോൾട്ടേജിനെ V1 ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഈ വോൾട്ടേജിനെ V2 എന്ന് മാർക്ക് ചെയ്തു. ഈ വോൾട്ടേജിനെ V2 ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, സോ V1 ഡാഷ്, V2 ഡാഷ്. ഓക്കെ, സോ ഡിസ്ചാർജിങ് നടന്നിട്ടാണ് ഈ V1 ഡാഷിലേക്ക് എത്തുന്നത്. ഏത് ഡിസ്ചാർജ് ചെയ്തിട്ട്? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ട്. സോ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ഡാഷിനെ മാത്തമാറ്റിക്കലി എന്ത് എഴുതാം? V1 ഡാഷ് ഇസ് ഈക്വൽ ടു
V1 dash is equal to V1 into e raised to minus T1 by RC ആണ്. e raised to minus T1 by RC ആണ്. അതുപോലെ തന്നെ V2 dash എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? V2 നിന്നാണ് വരുന്നത്. സോ V2 is equal to V2 dash is equal to V2 dash is from V2. So V2 dash is equal to V2 into e raised to minus T2 by RC ആണ്. അപ്പോൾ ഇതിൽ T1 is equal to T2 is equal to എന്താണ്? T by 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 2 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ്. സോ നമുക്ക് V1ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1.656 ആണ്. V1 is equal to 1.656 ആണ്. സോ V1ഉം V2 നമ്മളെ റിലേഷൻ എന്താണ്? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ എന്താണ് അതിന്റെ പൊളാരിറ്റി മാറി. സോ V1 is equal to 1.656 ആണ്. അപ്പൊ V2 എന്ന് പറയുന്നത് -1.656 ആണ്. -1.656 ആണ്. അപ്പൊ V1ന്റെയും V2ന്റെയും വാല്യൂ ആയി. ഇനി V1 ഡാഷ് എന്ന് പറയുന്നത് V1 ഡാഷ് ഈ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ V1 ഡാഷ് കിട്ടുന്നത് 0.344 ആണ്. 0.344 ആണ് V1 ഡാഷ് കിട്ടുന്നത്. ആൻഡ് V2 ഡാഷ് കിട്ടുന്നത് V2 ഡാഷ് is equal to ഇതിന്റെ നേരെ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് റിവേഴ്സ് പൊളാരിറ്റി എത്രയാണ്? -0.344 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ വോൾട്ടേജസ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. V1 is equal to 1.656, V2 is equal to -1.656, V1 dash is equal to 0.344 volt, V2 dash is equal to -0.344 volt. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ വോൾട്ടേജസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഗ്യാപ്പും വരുന്നത്. അതായത് ഇതിന്റെ പീക്ക് ടു പീക്ക് ലെവൽ എന്ത് തന്നെ ആയിരിക്കും? 2 വോൾട്ട് തന്നെ ആയിരിക്കും വരിക. അതായത് നമ്മൾ സ്പൈക്ക് എടുത്താലും നമുക്ക് കിട്ടുന്ന പീക്ക് ടു പീക്ക് ലെവൽ എന്തായിരിക്കും? നമ്മൾ സ്ക്വയറിന്റെ ഇൻപുട്ടിന്റെ പീക്ക് ടു പീക്ക് എന്താണോ അത് തന്നെ ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുക? ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പൊ ഇത്രയാണ് ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇൻപുട്ട് സ്ക്വയർ, ഔട്ട്പുട്ട് എന്താണ്? സ്പൈക്ക്. ആ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യനിൽ ബി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ദ DC ബയാസ് വോൾട്ടേജ് DCE ആൻഡ് കറണ്ട് IC ഫോർ ദ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. അതായത് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ബയാസിംഗ് ആണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ആണ്. സോ ഡിഫറെന്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. R1 is equal to 39K, R2 is equal to 3.9K, RC is equal to 4K, RE is equal to 1.5K, VCC is equal to 18 വോൾട്ട്, VBE is equal to 0.7 വോൾട്ട്, ബീറ്റ is equal to 140. ഇത്രയും വാല്യൂസ് നമുക്ക് പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ടിന്റെ ഡിഫറെന്റ് കമ്പോണന്റ് വാല്യൂസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ബയാസ് വോൾട്ടേജ് VC ആൻഡ് IC എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത്? ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക. ക്യൂ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം ഡ്രോ ദി DC ലോഡ് ലൈൻ ആൻഡ് മാർക്ക് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പൊ നമ്മൾ ലോഡ് ലൈൻ വരച്ച് ലോഡ് ലൈനിൽ എന്ത് മാർക്ക് ചെയ്യണം? ഓപ്പറേറ്റിംഗ് പോയിന്റ് മാർക്ക് ചെയ്യണം. ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്യൂ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം അറിയണം. അതായത് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിന്റെ സർക്യൂട്ട് ഡയഗ്രം അറിയണം. സോ നമ്മൾ ആദ്യം ഇതിന്റെ സർക്യൂട്ട് വരയ്ക്കുകയാണ്. സോ വോൾട്ടേജ് ഡിവൈഡർ ബയാസിന്റെ സർക്യൂട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സോ വി ഹാവ് ദ ഡിഫറെന്റ് കമ്പോണൻസ്. നമ്മൾ RC, ഇതാണ് നമ്മുടെ RC എന്ന് പറയുന്നത്. ദെൻ എമിറ്ററിൽ എന്തുണ്ട്? RE എന്ന് പറയുന്ന എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്, RE. ദെൻ ബേസിൽ R1 ഉണ്ട്, R2 ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് R1, ഇതാണ് R1. ദെൻ ബേസിൽ നിന്ന് സെക്കൻഡ് കമ്പോണന്റ് ഇതാണ് R2. ഇത് കോമൺ ആയിട്ട് എങ്ങോട്ട് പോവാണ്? ഗ്രൗണ്ടിലേക്ക് പോവാണ്. ദെൻ R1ഉം RCയും കൂടെ ഷോർട്ട് ചെയ്ത് ഏതിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്? VCCയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ R1 39K നമ്മൾ മാർക്ക് ചെയ്തു, R2 3.9K, RC 4K, RE 1.5K, VCC 18 വോൾട്ട്. ഇനി ഈ വോൾട്ടേജ് ആണ് VBE. ഈ VBയുടെ വാല്യൂ എത്രയാണ്? 0.7 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബീറ്റ എത്രയാണ്? 140 എന്നും തന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണ്? VCE, IC ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ DC അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അനാലിസിസ് ആണ് ഏത് അനാലിസിസ്? DC അനാലിസിസ്. അപ്പൊ ഈ ഒരു സർക്യൂട്ടിന്റെ DC അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് കിട്ടും. ഓക്കെ, സോ DC അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ DC കണ്ടീഷൻസ് കൺസിഡർ ചെയ്യും, AC കണ്ടീഷൻസ് കൺസിഡർ ചെയ്യില്ല. സോ നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് കിട്ടുന്നുണ്ട്. അതായത് VTH എന്താണ്? VCC ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് ഒരു എക്സ്പ്രഷൻ. ഓക്കെ, ദെൻ RTH is equal to എന്ത് വരും? R1 പാരലൽ ടു R2 വരും. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് അറിയാം. സോ നമുക്ക് കണ്ടുപിടിക്കാം. VTH is equal to VCC ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. സോ VCC എത്രയാണ്? ക്വസ്റ്റ്യനിൽ VCC ഉണ്ട് 18 ഇൻറ്റു R2 എന്ന് പറഞ്ഞാൽ 3.9K divided by R1 plus R2, 39K plus 3.9K. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VTHന്റെ വാല്യൂ കിട്ടും. സോ നമുക്ക് കിട്ടുന്ന VTHന്റെ വാല്യൂ എന്ന് പറയുന്നത്, സോ ഞാൻ അതിന്റെ വാല്യൂ ഇവിടെ എഴുതാം, 1.64 വോൾട്ട് ആണ് കിട്ടുക. 1.64 വോൾട്ട് ആണ് സൊല്യൂഷൻ കിട്ടുക. 1.64 വോൾട്ട്. ആൻഡ് RTH ഈസ് R1 പാരലൽ ടു R2. R1 പാരലൽ ടു R2, ദാറ്റ് ഈസ് 39K പാരലൽ വിത്ത് 3.9K. സോ പാരലൽ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.55K ആണ്. 3.55K, അത്രയും കിലോ ഓം. ഓക്കെ, സോ നമുക്ക് VTH കിട്ടി, RTH കിട്ടി. ഇനി IBയുടെ എക്സ്പ്രഷൻ, മാത്തമാറ്റിക്കലി IBയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, സോ IB ഈസ് ഈക്വൽ ടു VTH മൈനസ് VBE ഡിവൈഡഡ് ബൈ RTH പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു RE ആണ്. 1 പ്ലസ് ബീറ്റ ഇൻറ്റു RE ആണ്. സോ ഇതിൽ VTH നമുക്ക് ഇവിടെ കിട്ടി 1.64 കിട്ടി. സോ 1.64 മൈനസ് VBE എത്രയാണ്? 0.7 ആണ്. സോ 0.7 ഡിവൈഡ് ബൈ RTH എത്രയാണ്? 3.55 കിലോ ഓം പ്ലസ് 1 പ്ലസ് ബീറ്റ എത്രയാണ്? 140 ആണ്. സോ 1 പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 141 ഇൻറ്റു REയുടെ വാല്യൂ എത്രയാണ്? REയുടെ വാല്യൂ 1.5K ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? IBയുടെ വാല്യൂ കിട്ടും. സോ IBയുടെ വാല്യൂ എന്ന് പറയുന്നത് 4.37 മൈക്രോ ആംപിയർ ആണ്. 4.37 മൈക്രോ ആംപിയർ ആണ്. സോ ഇതാണ് IBയുടെ വാല്യൂ. സോ നമുക്ക് IC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ബീറ്റ IB ചെയ്താൽ മതി. സോ IC ഈസ് ഈക്വൽ ടു ബീറ്റ IB. സോ ബീറ്റ എത്രയാണ്? 140 ആണ്. സോ ബീറ്റ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 114 തന്നിട്ടുണ്ട്. IBയുടെ വാല്യൂ 4.37 മൈക്രോ ആംപിയർ. സോ 4.37 ഇൻറ്റു 10⁻⁻6 ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ICയുടെ വാല്യൂ 0.612 മില്ലി ആംപിയർ ആണ് കിട്ടുക. 0.612 മില്ലി. സോ എപ്പോഴും നോക്കണം, IB എപ്പോഴും മൈക്രോ റേഞ്ചിലായിരിക്കും, IC എപ്പോഴും ഏത് റേഞ്ചിലായിരിക്കും? മില്ലി റേഞ്ചിലായിരിക്കും. സോ മില്ലി ആംപിയർ ആണ് ICയുടെ വാല്യൂ കിട്ടുക. അപ്പൊ ക്യൂ പോയിന്റിലെ ഒരു പാരാമീറ്റർ നമുക്ക് കിട്ടി. ഏത് കിട്ടി? IC കിട്ടി. ഒരു പാരാമീറ്റർ നമുക്ക് കിട്ടി. ഏതാണ് കിട്ടിയത്? IC കിട്ടി. ഇനി നമുക്ക് VCE കൂടെ കണ്ടുപിടിക്കണം. സോ VCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. ഈ ഒരു സർക്യൂട്ടിൽ ഔട്ട്പുട്ട് ലൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് VCE എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് ആണ് VCE എന്ന് പറയുന്നത്. സോ ദിസ് വോൾട്ടേജ് ഈസ് VCE. സോ VCE ഈസ് ഈക്വൽ ടു VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RE. അതിൽ VCC നമ്മൾ എടുത്തിട്ടുണ്ട്. ICയുടെ വാല്യൂ ഇപ്പൊ കിട്ടി. RCയുടെ വാല്യൂ REയുടെ വാല്യൂ ഉണ്ട്. സോ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് VCയുടെ വാല്യൂ എത്ര കിട്ടും? 12.63 വോൾട്ട് കിട്ടും. 12.63 വോൾട്ട്. അപ്പൊ നമുക്ക് VCയുടെ വാല്യൂ കിട്ടി. സോ ദിസ് ഈസ് VCE. സോ ഇതാണ് ക്യൂ പോയിന്റിലെ X കോർഡിനേറ്റ്. ഇത് Y കോർഡിനേറ്റ്. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y കോർഡിനേറ്റ്. അപ്പൊ ഇത് രണ്ടും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇത് നമ്മുടെ ലോഡ് ലൈനിൽ എന്ത് ചെയ്യണം? ലോഡ് ലൈനിൽ വരയ്ക്കണം. ഓക്കെ, ഇതിന്റെ ലോഡ് ലൈൻ വരച്ച് DC ലോഡ് ലൈൻ വരച്ച് എന്ത് ചെയ്യണം? ക്യൂ പോയിന്റ് അതിൽ മാർക്ക് ചെയ്യണം. സോ ഞാൻ DC ലോഡ് ലൈൻ വരയ്ക്കുകയാണ്. സോ DC ലോഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലാണ് DC ലോഡ് ലൈൻ വരയ്ക്കുന്നത്. സോ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X ആക്സിസിൽ നമ്മൾ എന്തെടുക്കും? VCE എടുക്കും.
വൈ ആക്സിൽ എന്തെടുക്കും, IC എടുക്കും. ഓക്കെ, അപ്പൊ ഇതിലാണ് ലോഡ് ലൈൻ വരയ്ക്കുക. ലോഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ലോഡ് ലൈൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ സ്ട്രെയിറ്റ് ലൈനിന് 2 എൻഡ് പോയിന്റ്സ് വേണം. ഓക്കെ, 2 എൻഡ് പോയിന്റ്സ് വേണം. സോ ആ 2 എൻഡ് പോയിന്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് ഇക്വേഷനിൽ ഈ ഒരു ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൽ എക്സ് കോർഡിനേറ്റ് 0 ആവുന്ന കേസും വൈ കോർഡിനേറ്റ് 0 ആവുന്ന കേസും എടുക്കുക. അപ്പൊ നമുക്ക് 2 എൻഡ് പോയിന്റ്സ് കിട്ടും. സോ ഇവിടെ വരുന്ന എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് VCC ആണ്. ഇവിടെ വരുന്ന എൻഡ് പോയിന്റ് VCC ആണ്. ഇവിടെ വരുന്ന എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC ബൈ RC പ്ലസ് RE ആണ്. VCC ഡിവൈഡ് ബൈ RC പ്ലസ് RE. അപ്പൊ ഈ 2 പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ കറക്റ്റ് ആയിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് ദി സ്ട്രൈറ്റ് ലൈൻ ഈസ് കോൾഡ് ദി ലോഡ് ലൈൻ. ഈ സ്ട്രൈറ്റ് ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദി സ്ട്രൈറ്റ് ലൈൻ ഈസ് കോൾഡ് ലോഡ് ലൈൻ. അപ്പൊ ഈ ലോഡ് ലൈനിലാണ് നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക. സോ നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് IB നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കും. സോ ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് IB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിലുള്ള IBയുടെ വാല്യൂ എത്രയാണ്, 4.37 മൈക്രോ ആംപിയർ. ആ കേസിലുള്ള ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ നമ്മളിവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് ബേസിക്കലി എന്ത് പറയാ, ക്യൂ പോയിന്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ VCC എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ കേസിൽ VCC എത്രയാണ്, 18 ആണ് വരിക. അപ്പൊ ഇവിടെ VCC ബൈ RC പ്ലസ് RE എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 3.27 ആണ് വരുന്നത്. ഓക്കെ, VCC ഡിവൈഡ് ബൈ RC പ്ലസ് RE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.27 മില്ലി ആംപിയർ. ലോഡ് ലൈനിന്റെ 2 എൻഡ് പോയിന്റ്സ് കിട്ടി. ഇതാണ് നമ്മുടെ ക്യൂ പോയിന്റ്. സോ എക്സ് ആക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ VCയുടെ വാല്യൂ അവിടെ മാർക്ക് ചെയ്യുക, വൈ ആക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐസിയുടെ വാല്യൂ മാർക്ക് ചെയ്യുക. സോ VCയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാണ്, 12.63. അപ്പൊ ഇവിടെ എന്ത് മാർക്ക് ചെയ്യുക, 12.63 മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഐസിയുടെ വാല്യൂ എത്ര കിട്ടിയത്, 0.612 മില്ലി ആംപിയർ. ഓക്കെ, സോ 0.612 മില്ലി ആംപിയർ. അപ്പൊ ഈ പോയിന്റ് ആണ് നമ്മുടെ ക്യൂ പോയിന്റ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയി. സർക്യൂട്ട് വരച്ചു, കമ്പോണൻസിന്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് VCE IC കണ്ടുപിടിച്ചു. സോ നമുക്കതൊരു ലോഡ് ലൈൻ വരയ്ക്കണം. ലോഡ് ലൈനിന്റെ എൻഡ് പോയിന്റ്സ് VCC ബൈ RC പ്ലസ് RE ആണ്. സോ ആ 2 എൻഡ് പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലോഡ് ലൈൻ വരച്ചു. അത് ഇന്റർസെക്ട് ചെയ്യുന്ന ലോഡ് ലൈനും DC ലോഡ് ലൈനും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ക്യൂ പോയിന്റ്. സോ ക്യൂ പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. VCEയുടെ വാല്യൂ 12.63യും അതുപോലെ തന്നെ ICയുടെ വാല്യൂ എത്രയാണ്, 0.612 മില്ലി ആംപിയർ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഇതിന്റെ ഓർ ക്വസ്റ്റ്യൻ, അതായത് മൊഡ്യൂൾ 1 തന്നെ 2 essay ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഒരു 14 മാർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത 14 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. അതിലുള്ള എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ റൈസ് ടൈം ഓഫ് എ ലോ പാസ് സർക്യൂട്ട്. അതായത് ഒരു ലോ പാസ് സർക്യൂട്ടിന്റെ റൈസ് ടൈമിനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു 3dB ഫ്രീക്വൻസി. അതായത് 3dB ഫ്രീക്വൻസി ആയിട്ട്, കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിട്ട് എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റൈസ് ടൈമിനുള്ള എക്സ്പ്രഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ലോ പാസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ RC സർക്യൂട്ട് ആണ്. അപ്പോൾ ഇതാണ് ഒരു ലോ പാസ് സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. RC ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഔട്ട്പുട്ട് നമ്മൾ ഏതിന് അക്രോസ് എടുക്കുക, കപ്പാസിറ്ററിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലോ പാസ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇതിന്റെ ഒരു റെസ്പോൺസ്, ടൈം അനുസരിച്ച് ഇതിന്റെ ഒരു റെസ്പോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ നമ്മൾ ടൈമും വൈ ആക്സിൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഔട്ട്പുട്ടിന്റെ പീക്കിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതിനെയാണ് ബേസിക്കലി എന്ത് പറയുക, റൈസ് ടൈം എന്ന് പറയുക. ഓക്കെ, സോ റൈസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ് ടു റൈസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം 10% of its final value to the 90% of its final value. അതായത് 10% ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ 10% ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ 90% അത് ഉയരാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈം. അതായത് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഈ ഒരു പോയിന്റ് ആണ് വരിക, 10%. സോ 10% ഔട്ട്പുട്ടിന്റെ 90% റൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഈ ഒരു ടൈമിനെയാണ് എന്ത് പറയുക, 10% എത്താൻ എടുക്കുന്ന ടൈം T1ഉം
90% എടുക്കാൻ എത്തുന്ന ടൈം T2 ആണെങ്കിൽ T2 മൈനസ് T1 അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റൈസ് ടൈം എന്ന് പറയുക. ഓക്കെ, സോ റൈസ് ടൈം ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ടു റൈസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം 10% ഓഫ് ദി മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ദി 90% ഓഫ് ദി മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ്. അതായത് 10% എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് T1 ആണ്, 90% എത്താൻ എടുക്കുന്ന ടൈം T2 ആണ്. സോ T2 മൈനസ് T1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റൈസ് ടൈം കിട്ടും. അപ്പോൾ റൈസ് ടൈമിലുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സോ വാട്ട് ഈസ് ദ റൈസ് ടൈം, അതിന്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന ഏതിന് അക്രോസാ, കപ്പാസിറ്ററിന് അക്രോസ് ആണ്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്താ വരിക, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ V ഇൻറ്റു 1 മൈനസ് e റേസ് ടു മൈനസ് ടി ബൈ ആർ സി ആണ്. ആണ് ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള കപ്പാസിറ്റർ അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് V ഇൻറ്റു 1 മൈനസ് e റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഇനി നമ്മൾ T1 എന്നുള്ള ടൈം എടുക്കുകയാണ്. T1ൽ എന്താ സംഭവിക്കുന്നത്, T1 എന്ന് പറഞ്ഞ ടൈമിൽ അറ്റ് T1ൽ എന്താ സംഭവിക്കുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 0.1 V ആയിരിക്കും. അതായത് 10%, 0.1 V ആയിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇതിൽ ഇട്ട് കൊടുക്കുക. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് 0.1 V ആണ്. സോ 0.1 V ഈസ് ഈക്വൽ ടു V ഇൻറ്റു 1 മൈനസ് e റേസ് ടു. സോ അത് എത്താൻ, ആ 0.1 V എത്താൻ എടുക്കുന്ന ടൈം എന്താണ്, T1 ആണ്. സോ e റേസ് ടു മൈനസ് T1 ബൈ ആർ സി ആണ്. സോ വി ഗെറ്റ് ക്യാൻസൽഡ്. സോ e റേസ് ടു മൈനസ് T1 ബൈ ആർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0.1 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് വരും, 0.9 വരും. സോ ഇതിന്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് T1 ബൈ ആർ സി ഈസ് ഈക്വൽ ടു ln 0.9. സോ ln 0.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 0.1 ആണ്. സോ മൈനസ് 0.1. സോ മൈനസ് T1 ബൈ ആർ സി ഇസ് ഈക്വൽ ടു മൈനസ് 0.1. ഫ്രം ദിസ് T1 ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് എന്ത് കിട്ടും, ഫ്രം ദിസ് T1 ഇസ് ഈക്വൽ ടു 0.1 ആർ സി എന്ന് കിട്ടും. ഓക്കെ, T1 ഇസ് ഈക്വൽ ടു 0.1 ആർ സി, ഫസ്റ്റ് കേസ്. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T2 ടൈമിൽ ഔട്ട്പുട്ട് എവിടെ എത്തിയിട്ടുണ്ടാവും, 90% എത്തിയിട്ടുണ്ടാവും. T2 ടൈമിൽ ഔട്ട്പുട്ട് എവിടെ എത്തിയിട്ടുണ്ടാവും, 90% എത്തിയിട്ടുണ്ടാവും. സോ അറ്റ് T2 ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 0.9 V ആണ്. അറ്റ് T2 ടൈം ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു എന്താണ്, 0.9 എന്ന് പറഞ്ഞാൽ 90%. സോ ആ കണ്ടീഷനിൽ, ഈ ഇക്വേഷനിൽ ആ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 0.9 V is equal to V ഇൻറ്റു 1 മൈനസ് e റേസ് ടു മൈനസ് T2 ബൈ ആർ സി എന്നാണ് വരിക. ടിക്ക് പകരം എന്ത് കൊടുക്കുക, T2 കൊടുക്കുക. അപ്പൊ എന്ത് വരും, വി ഗെറ്റ് ക്യാൻസൽഡ്. സോ എന്ത് വരും, e റേസ് ടു മൈനസ് T2 ബൈ ആർ സി ഇസ് ഈക്വൽ ടു 0.1 എന്ന് വരും. ഇസ് ഈക്വൽ ടു 0.1 വരും. സോ ലോഗ് എടുക്കുക. സോ മൈനസ് T2 ബൈ ആർ സി ഇസ് ഈക്വൽ ടു മൈനസ് 2.3 എന്ന് വരും. ln എടുക്കുക, ഇതിന്റെ ln എടുക്കുക. സോ ln 0.1 ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2.3 എന്ന് വരും. സോ ഫ്രം ദിസ് T2 ഇസ് ഈക്വൽ ടു, ഇതിന്ന് എന്ത് കിട്ടും, T2 കിട്ടും. സോ ഫ്രം ദിസ് T2 ഇസ് ഈക്വൽ ടു 2.3 ആർ സി എന്ന് കിട്ടും. T2ന്റെ വാല്യൂ എന്ത് കിട്ടും, 2.3 ആർ സി. അപ്പൊ നമുക്ക് T1ന്റെ വാല്യൂ 0.1 ആർ സിയും T2ന്റെ വാല്യൂ 2.3 ആർ സിയും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ റൈസ് ടൈം എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1 ആണ്. സോ റൈസ് ടൈം ഇസ് ഈക്വൽ ടു T2 മൈനസ് T1, ദാറ്റ് ഈസ് 2.3 ആർ സി മൈനസ് 0.1 ആർ സി. That means the rise time is equal to 2.2 RC ആണ്, 2.2 RC. So rise time expression, rise time is equal to 2.2 RC. അതായത് T2 minus T1 2.3 RC minus 0.1 RC. സോ ചെയ്ത് കഴിഞ്ഞാൽ 2.2 RC. അപ്പൊ റൈസ് ടൈമിലുള്ള എക്സ്പ്രഷൻ കിട്ടി. ആൻഡ് ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ 3 dB, how it is related to the 3 dB frequency എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ
കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്താണ്? വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ കട്ട് ഓഫ് ഫ്രീക്വൻസി? FH 3 dB ഫ്രീക്വൻസി FH കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2πRC ആണ്. 1/2πRC ആണ്. ഫ്രം ദിസ് വാട്ട് ഈസ് RC? RC എന്ന് പറഞ്ഞാൽ എന്ത് വരും? RC ഈസ് ഈക്വൽ ടു 1/2πFH ആണ്. 1/2πFH ആണ്. ഓക്കെ, FH is equal to 1/2πRC. From this RC is equal to 1/2πFH. ഓക്കെ, അപ്പോൾ റൈസ് ടൈമിന്റെ എക്സ്പ്രഷനിൽ 2.2 RC ആണ്. അപ്പൊ ഇതൊന്ന് എനിക്ക് RC എന്ത് എഴുതാൻ പറ്റും? RC is equal to TR divided by RC is equal to TR divided by 2.2 ആണ്. TR divided by 2.2. ഇത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. RCയുടെ അവിടെ TR/2.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ TR divided by 2.2 is equal to 1/2πFH. 1/2πFH. അപ്പൊ ഇതിന് എന്ത് കിട്ടും? TR is equal to 2.2 divided by 2πFH എന്ന് വരും. 2πFH. So this solve ചെയ്ത് കഴിഞ്ഞാൽ you will get 0.35 divided by FH എന്ന് കിട്ടും. 0.35 divided by FH. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get 0.35 divided by FH എന്ന് കിട്ടും. So the rise time is 0.35 FH by rise time is 0.35 divided by FH. അപ്പോൾ ഇതാണ് റൈസ് ടൈമും 3 dB ഫ്രീക്വൻസിയും തമ്മിലുള്ള കട്ട് ഓഫ് ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ. അപ്പം അതിൻ്റെ ഡെറിവേഷനും നമ്മൾ ചെയ്തു. അപ്പം ഇത്രയാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യനിലെ ബി സെക്ഷൻ നോക്കാം. ഡിസൈൻ എ ക്ലിപ്പർ സർക്യൂട്ട് ടു ക്ലിപ്പ് എ സൈനുസോയിഡൽ സിഗ്നൽ അറ്റ് ±5 വോൾട്ട്. ആൾസോ എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ് ആൻഡ് പ്ലോട്ട് ദി ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം നമുക്ക് ഒരു സൈനുസോയിഡൽ സിഗ്നൽ ഇൻപുട്ടിൽ കൊടുത്താൽ, ഒരു സൈനുസോയിഡൽ സിഗ്നൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സൈനുസോയിഡൽ സിഗ്നലിൻ്റെ ഏത് ലെവലിൽ വെച്ച് ക്ലിപ്പ് ചെയ്യണം? ±5. അപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു 10 വോൾട്ട് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു സിഗ്നലാണ് ഇൻപുട്ടിൽ കൊടുക്കുന്നത് വിചാരിക്കുക. നമുക്ക് ഏത് ലെവലിൽ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യണം? ±5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +5ലും ക്ലിപ്പ് ചെയ്യണം, -5ലും ക്ലിപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 5ൽ വെച്ച് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടാവും, -5ൽ വെച്ചിട്ടും ക്ലിപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുന്ന, അതായത് +5ലും -5ലും വെച്ച് ക്ലിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വേവ് ഫോം, ഇതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ 2 ലെവലിലും ക്ലിപ്പിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ 2 ലെവലിലും ക്ലിപ്പിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഡബിൾ ക്ലിപ്പർ അല്ലെങ്കിൽ സ്ലൈസർ എന്ന് പറയാം. 2 ലെവലിലും ക്ലിപ്പിംഗ് ആക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ +5ലും -5ലും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? 2 ക്ലിപ്പറിന്റെ കോമ്പിനേഷനാണ്. 2 എണ്ണം നമ്മൾ ഷണ്ടായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് ക്ലിപ്പർ സർക്യൂട്ടാണ്. സോ ക്ലിപ്പർ സർക്യൂട്ടിൽ റെസിസ്റ്റൻസും ഡയോഡും ആണ് ഉള്ളത്. സോ റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് പാത്തിൽ വെച്ചു. ദെൻ താഴേക്ക് ഒരു ഡയോഡ്, അതിൻ്റെ കൂടെ ഒരു വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ ഡയോഡിന് അക്രോസ് നമുക്കൊരു 0.7 ഡ്രോപ്പ് ഉണ്ട് എന്നുള്ള ഒരു അസംഷൻ ആണെങ്കിൽ, ഒരു പ്രാക്ടിക്കൽ ഡയോഡ് ആകുമ്പോൾ 0.7 ഡ്രോപ്പ് ഉണ്ടാവും. സോ 0.7 + 4.3 ആയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ 5 വോൾട്ട് ലെവലിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ക്ലിപ്പിംഗ് നടക്കും. ഇവിടെ അങ്ങനെ തന്നെയാണ്. 4.3യും 0.7 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 വോൾട്ട് കിട്ടും. ഇനി അതല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡയോഡ് ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വോൾട്ടേജ് സോഴ്സ് എന്ത് വെക്കാം? 5 വോൾട്ട് വെക്കാം. അതായത് വോൾട്ടേജ് സോഴ്സ് ഇവിടെ 5 വെക്കാം, ഇവിടെയും 5 വെക്കാം. പക്ഷേ ഡയോഡ് എന്ത് ഡയോഡ് ആയിരിക്കണം? ഐഡിയൽ ഡയോഡ്. പക്ഷെ അത് പോസിബിൾ അല്ല. പ്രാക്ടിക്കൽ ഡയോഡിൻ്റെ ഒക്കെ കേസിൽ ഇവിടെ 0.7 വോൾട്ട്, ഇതിനും 0.7 വോൾട്ട് ഉണ്ടാവും. സോ ബാക്കി വോൾട്ടേജ് ഉള്ള ബാറ്ററി നമ്മളിവിടെ കണക്ട് ചെയ്താൽ മതി, 4.3 വോൾട്ട്. അപ്പോൾ ഇത് ഷണ്ട് ക്ലിപ്പറാണ് അല്ലേ? അപ്പോൾ 2 ഷണ്ട് ക്ലിപ്പറിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഇത് ഷണ്ട് ക്ലിപ്പറാണ്, ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറാണ്, അത് ബയാസ് ചെയ്യുന്നു. സോ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ. സോ ദിസ് ഈസ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ. വെറും ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ അല്ല, ബയാസ്ഡ് ആണ്. ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ വോൾട്ടേജ് സോഴ്സും കൂടെ വെച്ചുകൊണ്ട് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറാണ് ഇത്. ഇതെന്ത് ക്ലിപ്പറാണ്? ബയാസ്ഡ് ആണ്, ഷണ്ടാണ്, പക്ഷെ എന്ത് ക്ലിപ്പറാണ്? ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പറാണ്. ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പറാണ്. ഓക്കെ,
അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രണ്ട് സൈഡിലും ഏത് ലെവലിൽ വെച്ച് ക്ലിപ്പ് ചെയ്യും? ഈ 4.3 പ്ലസ് 0.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +5-ലും -5-ലും ക്ലിപ്പ് ചെയ്യും. അതായത് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെക്ഷൻ +5-ൽ ക്ലിപ്പ് ആവും, ഇത് -5-ൽ ക്ലിപ്പ് ആവും. അപ്പോൾ +5-ലും -5-ലും രണ്ടിലും കൂടെ ക്ലിപ്പ് ആവുന്നതുകൊണ്ട് നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ട സർക്യൂട്ട് ഇതാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരിയും കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്ഫർ ക്യാര? ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടും ഇൻപുട്ടും നമ്മളുടെ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസ്ഫർ ക്യാര എന്ന് പറയാം. ഓക്കെ, സോ ട്രാൻസ്ഫർ ക്യാര മീൻസ് ഔട്ട്പുട്ട് ഇൻപുട്ട് ഗ്രാഫാണ് ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുന്നത്. സോ എക്സ് ആക്സിൽ ഇൻപുട്ട് എടുക്കുക, വൈ ആക്സിൽ എന്തെടുക്കുക? ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, എക്സ് ആക്സിൽ ഇൻപുട്ട്, വൈ ആക്സിൽ ഔട്ട്പുട്ട്. അപ്പൊ ഇതില് നമ്മുടെ ക്ലിപ്പിംഗ് നടക്കുന്നത് +5 -5-ലാണ്. ക്ലിപ്പിംഗ് നടക്കുന്നത് എവിടെയാണ്? +5 -5-ലാണ്. സോ ക്ലിപ്പിംഗ് ലെവൽ വരുന്നത് ഇങ്ങനെയാണ്, +5 -5-ലാണ് ക്ലിപ്പിംഗ് നടക്കുന്നത്. സോ ക്ലിപ്പിംഗ് വിൽ ബി ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് +5 ആൻഡ് ദിസ് ഈസ് -5. ഓക്കെ, സോ +5 -5-ലാണ് ക്ലിപ്പിംഗ് നടക്കുന്നത്. സോ ഇതാണ് ഇതിന്റെ ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുന്നത്. അതായത് -5 to +5-ന്റെ ഇടയിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സെയിം വേരിയേഷൻ ആണ്, ലീനിയർ വേരിയേഷൻ ആണ്. പക്ഷെ എപ്പോഴാണ് ഇൻപുട്ട് 5-നേക്കാൾ ഗ്രേറ്റർ വരുന്നത്, ഔട്ട്പുട്ട് എവിടെ തന്നെ നിൽക്കും? 5-ൽ തന്നെ നിൽക്കും. ഔട്ട്പുട്ട് 5-ൽ തന്നെ നിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിൽ ക്ലിപ്പ് ചെയ്യും. എപ്പോഴാണ് ഇൻപുട്ട് -5-നേക്കാൾ താഴേക്ക് പോകുന്നത്, ഔട്ട്പുട്ട് എവിടെ തന്നെ നിൽക്കും? -5-ൽ തന്നെ നിൽക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ലെവലിൽ വെച്ച് +5-ലും -5-ലും വെച്ചിട്ട് വേവ് ഫോം എന്താവാണ്? ക്ലിപ്പായി പോവുകയാണ് ചെയ്യുക. സോ ഇതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ട്രാൻസ്ഫർ ക്യാര. ഇനി ഇതിലുള്ള C ക്വസ്റ്റ്യൻ, 12-ാമത്തേലുള്ള C ക്വസ്റ്റ്യൻ, sketch the output waveform and transfer characteristics. sketch the output waveform and transfer characteristics. സോ നിങ്ങൾക്ക് ഒരു വേവ് ഫോം തന്നിട്ടുണ്ട്, ഒരു ട്രയാങ്കുലർ വേവ് തന്നിട്ടുണ്ട്, +16-ഉം -16-ഉം ആണ് ആംപ്ലിറ്റ്യൂഡ്. അതൊരു സർക്യൂട്ടിന്റെ ഇൻപുട്ട് ആയിട്ട്, അതായത് ഈ ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ട് വേവ് ഫോം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസും ഡയോഡും ഒരു വോൾട്ടേജ് സോഴ്സും ഉള്ള ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്ത് സർക്യൂട്ടാണെന്ന് അറിയാം. ഇത് ക്ലിപ്പർ സർക്യൂട്ടാണ്. എന്ത് ക്ലിപ്പറാണ്? ഷണ്ട് ക്ലിപ്പറാണ്. സോ ഇത് ഷണ്ട് ക്ലിപ്പറാണ്. ഷണ്ട് ക്ലിപ്പറിൽ ബയാസിങ് ഉണ്ട്. സോ ബയാസ്ഡ് ഷണ്ട് എന്ത് ക്ലിപ്പറാണ്? ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പറാണ്. ഓക്കെ, ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പറാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സർക്യൂട്ടിന്റെ കേസിലുള്ള ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സും. അപ്പൊ ഇവിടെ റെഫറൻസ് വോൾട്ടേജ്, ഈ VR എന്ന് പറയുന്ന റെഫറൻസ് വോൾട്ടേജിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 4 ആണ് ഈ ഒരു VR എന്ന് പറയുന്ന റെഫറൻസ് വോൾട്ടേജിന്റെ വാല്യൂ. അപ്പൊ ഞാൻ ഇതിന്റെ ഏത് ലെവലിൽ വെച്ചിട്ടാണ് ക്ലിപ്പ് ചെയ്യുന്നത്, വേവ് ഫോം വരയ്ക്കുക, കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. സോ ഞാൻ ഇതിലൊരു കറന്റ് മാർക്ക് ചെയ്യാണ്. മാർക്കിംഗ് എ കറന്റ് I ഫ്രം ആനോഡ് ടു കാഥോഡ്. ഡയോഡിന്റെ കേസിൽ ആനോഡ് ടു കാഥോഡ് ഡയറക്ഷനിൽ ഒരു കറന്റ് I മാർക്ക് ചെയ്യാണ്. സോ ഈ ലൂപ്പിൽ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഇറ്റ് വിൽ ബി ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. സോ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ഇൻപുട്ട്, +- സോ ഈ വോൾട്ടേജ് നമുക്കറിയാം, +- എത്രയാണ്? 4 ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാണ്. സോ എന്ത് വരും? +++- അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VI +IR -4 = 0. അപ്പൊ എനിക്കിതിന്ന് വേണ്ടത് ഐയുടെ എക്സ്പ്രഷൻ ആണ്. സോ വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ I? I is equal to, ഇതൊന്നും എനിക്ക് കിട്ടുന്ന ഐയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് I is equal to 4 - VI/R ആണ്. 4 - VI/R. 4 - VI/R ആണ് ഐയുടെ എക്സ്പ്രഷൻ. അപ്പൊ ഈ I ഒന്നെങ്കിൽ >0 ആവാം, അല്ലെങ്കിൽ <0 ആവാം. I >0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണ്. I <0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് ഏത് ബയസ് ആണ്? റിവേഴ്സ്ഡ് ബയസ് ആണ്. അപ്പൊ ഞാൻ I >0 എന്നുള്ള കേസ് എടുക്കുകയാണ്. സോ I >0, ഫസ്റ്റ് കേസാണ് I >0. I >0 എന്ന് പറഞ്ഞാൽ 4 - VI/R >0. ദാറ്റ് മീൻസ് 4 - VI/R >0. ദാറ്റ് മീൻസ് 4 - VI >0.
Okay, that means VI is less than 4. VI is less than 4. അപ്പോൾ VI less than 4 ആവുന്ന കണ്ടീഷനിലൊക്കെ I greater than 0 ആയിരിക്കും, ഫോർവേഡ് ബയസ് ആയിരിക്കും. ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് ബയസ് ആവുക എന്ന് പറഞ്ഞാൽ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് ഷോർട്ട്. നമുക്ക് ഇതിനെ ഷോർട്ട് ചെയ്യാം. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ വരിക? ഈ 4 വോൾട്ട് അല്ലേ വരിക? സോ ഔട്ട്പുട്ട് ഈസ്, ഈ കേസിൽ ഔട്ട്പുട്ട് എന്ത് വരും? 4 വോൾട്ട് ആണ് വരിക. അതായത് എപ്പോഴൊക്കെ ഇൻപുട്ട് 4നേക്കാൾ ചെറുതാണോ അപ്പോൾ ഒക്കെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 4-ൽ തന്നെ നിൽക്കും, 4-ൽ തന്നെ ക്ലിപ്പ് ചെയ്ത ലെവലിൽ നിൽക്കും. ഇനി I ഗ്രേറ്റർ ദാൻ 0 പറഞ്ഞ പോലെ തന്നെ I ലെസ് ദാൻ 0 കൂടെ എടുക്കുക. I ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ കറണ്ട് ഡയറക്ഷൻ ശരിയല്ല, റിവേഴ്സ് ബയസിലേക്ക് പോവാണ്. I ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഐയുടെ കണ്ടീഷൻ എന്താ? 4 മൈനസ് VI ബൈ ആർ. 4 മൈനസ് VI by R is less than 0. That means 4 minus VI is less than 0. That means VI greater than 4. VI greater than 4. അപ്പോൾ VI greater than 4 ആയി കഴിഞ്ഞാൽ ഈ ഡയോഡ് എന്ത് ബയസായി? റിവേഴ്സ് ബയസായി. ദാറ്റ് മീൻസ് വി ക്യാൻ ഓപ്പൺ സർക്യൂട്ട് ദിസ് ഡയോഡ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലൂപ്പിൽ കറണ്ട് ഫ്ലോ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഇൻപുട്ട് കംപ്ലീറ്റ് ആയിട്ട് എവിടെ വരും? ഔട്ട്പുട്ടിൽ വരും. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് is equal to എന്ത് വരും? ഇൻപുട്ട് വരും. ഔട്ട്പുട്ട് is equal to ഇൻപുട്ട്. അപ്പോൾ VI ഗ്രേറ്റർ ദാൻ 4 വരുന്ന കേസിൽ ഔട്ട്പുട്ടും ഇൻപുട്ടിന്റെയും ഷേപ്പ് സെയിം ആയിരിക്കും. VI ഗ്രേറ്റർ ദാൻ 4 വരുന്ന കേസിൽ ഔട്ട്പുട്ടിന്റെ ഇൻപുട്ടിന്റെയും ഷേപ്പ് സെയിം ആയിരിക്കും. VI ലെസ് ദാൻ 4 വരുമ്പോൾ ഔട്ട്പുട്ട് ഏതിൽ തന്നെ നിൽക്കും? 4-ൽ തന്നെ നിൽക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ 2 കണ്ടീഷൻസ്. സോ ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വേവ് ഫോം വരയ്ക്കാം. അപ്പൊ നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം ഇത് ആൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 16 വോൾട്ട് പ്ലസും -16 വോൾട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു കട്ടിംഗ് ലെവൽ എന്ന് പറയുന്നത് ഒരു റഫറൻസ് ലെവൽ എന്താണ്? 4 ആണ്. അപ്പൊ ഞാൻ ആ 4 വോൾട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കണ്ടീഷൻ നിങ്ങൾ നോക്കുക. VI ലെസ് ദാൻ 4 ആണെങ്കിൽ ഔട്ട്പുട്ട് 4-ൽ തന്നെ നിൽക്കും. അപ്പൊ VI ലെസ് ദാൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ കണ്ടീഷൻ? VI ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴേക്കുള്ള ഭാഗം ഫുള്ള്, അതായത് ഈ ഒരു റഫറൻസ് ലെവൽ ഉണ്ടല്ലോ, ഈ റഫറൻസ് ലെവലിന്റെ താഴേക്കുള്ള മൊത്തം ഭാഗത്ത് ഔട്ട്പുട്ട് എവിടെ നിൽക്കും? VI ലെസ് ദാൻ 4 ആണെങ്കിൽ ഔട്ട്പുട്ട് 4-ൽ തന്നെ നിൽക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 4-ൽ തന്നെ നിൽക്കും. സോ ഇവിടെയാണ് ക്ലിപ്പിംഗ് നടക്കുന്നത്. ഔട്ട്പുട്ട് എവിടെ തന്നെ നിന്നു? 4-ൽ തന്നെ നിന്നു. ഇനി VI ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിൽ ഔട്ട്പുട്ട് ഇൻപുട്ടും സെയിം ആണ്. അപ്പോൾ VI ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിലാണ്. VI ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞാൽ ഇത്രയും സെക്ഷനിൽ. അപ്പോൾ ഇത്രയും സെക്ഷനിൽ ഔട്ട്പുട്ട് ഇൻപുട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഔട്ട്പുട്ടും ഇൻപുട്ടും ഈ ഒരു സെക്ഷനിൽ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഷേപ്പ് വരിക. 4-ൽ വെച്ചിട്ടാണ് ക്ലിപ്പിംഗ് നടക്കുന്നത്. സോ VI ഗ്രേറ്റർ ദാൻ 4 വരുമ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ടും സെയിം ആണ്. VI ലെസ് ദാൻ 4 വരുമ്പോൾ ഔട്ട്പുട്ട് വിൽ റിമെയിൻ സെറ്റ് 4. ഓക്കെ, അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് ഗ്രാഫ് വരുന്ന ഔട്ട്പുട്ട് വേവ് ഫോമിന്റെ ഗ്രാഫ്. ഇനി ട്രാൻസ്ഫർ ക്യാരിയും കൂടെ വരയ്ക്കണം. ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞാൽ X ആക്സിൽ ഇൻപുട്ട് വോൾട്ടേജ്, Y ആക്സിൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് വരയ്ക്കുന്നത്. സോ ഇൻപുട്ട് നമ്മൾ 4 റഫറൻസ് ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പൊ ഇൻപുട്ട് 4-ന്റെ മുകളിലേക്കാണെങ്കിൽ ഔട്ട്പുട്ട് is equal to ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എന്ത് വരും? ലീനിയർ ആയിട്ട് വരും. ഇപ്പൊ എന്താ? ഇൻപുട്ട് ഈസ് ലെസ് ദാൻ 4. ഇൻപുട്ട് ലെസ് ദാൻ 4 ആകുമ്പോൾ ഔട്ട്പുട്ട് വിൽ റിമെയിൻസ് അറ്റ് 4. ഔട്ട്പുട്ട് വിൽ റിമെയിൻസ് അറ്റ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈനാണ് വരിക, 4-ൽ തന്നെ നിൽക്കും. സോ ഇതാണ് 4. അപ്പൊ ഇതാണ് ട്രാൻസ്ഫർ ക്യാര. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. നമ്മൾ വേവ് ഫോം വരച്ചു, ട്രാൻസ്ഫർ ക്യാര വരച്ചു. സോ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ECT 202 എന്ന് പറയുന്ന അനലോഗ് സർക്യൂട്ട്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൊഡ്യൂൾ 1-ലെ പാർട്ട് A ക്വസ്റ്റ്യൻസും പാർട്ട് B ക്വസ്റ്റ്യൻസും ആണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ ബാക്കി മൊഡ്യൂൾസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. ടിൽ ദെൻ, താങ്ക് യു.